റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സംഘവും ഹിജറയ്ക്ക് ശേഷം ആദ്യമായി തമ്പടിച്ചത്. പേര് വരാനുള്ള കാരണം അതിനടുത്ത് കുബ എന്ന പേരിൽ ഒരു കിണറുണ്ടായിരുന്നു അത്രേ. ആ പേരാണ് നമ്മൾ സാധാരണ പറയാം കുബപ്പള്ളി, കുബയുള്ളത് കൊണ്ടാണെന്നൊക്കെയാണ് പുതിയ മലയാളികളുടെ ഒരു ധാരണയും മനസ്സിലാക്കണമൊക്കെ. യഥാർത്ഥത്തിൽ കുബ എന്ന പേരുള്ള ഒരു കിണർ ആ ഭാഗത്തുണ്ടായിരുന്നു. മദീനയിൽ ധാരാളം കിണറുകളുണ്ട്, ധാരാളം കിണറുണ്ട്. അതിൽപ്പെട്ടതാണ് കുബ. അതോടൊപ്പം തന്നെ കുബയുടെ പരിസരത്ത് ബീർ ഹരീസ് എന്ന് പറഞ്ഞിട്ട് ഓരോ കിണറുണ്ട്. അതിന്റെ പേരിലാണ് ബീർ ഹാത്തിം. അതിനൊക്കെ ചരിത്രത്തിലേക്ക് നമ്മളവിടെ എത്തും ഇൻഷാ അല്ലാഹ്. ധാരാളം കിണറുകളുണ്ട്. ഹൗസുണ്ട്. ഞങ്ങളുടെ ജനാസ കുളിപ്പിക്കാൻ വേണ്ടി വെള്ളം കൊണ്ടുവന്ന കിണറാണ് ബീർ ദർസ് എന്ന് പറയുന്നത്. അതൊക്കെ സൗദി ഗവൺമെന്റ് ഇപ്പോൾ വളരെ മനോഹരമായ രീതിയിൽ അതിനെ കെട്ടി പരിപാലിച്ചു വരുന്നുണ്ട്. മുമ്പൊക്കെ ആൾക്കാർക്ക് അവിടെ ചെല്ലാനോ പോകാനോ കാണാനോ പറ്റാത്ത രീതിയിലായിരുന്നു. ഇപ്പോൾ അവിടെ കാണാനും നല്ല ശുദ്ധമായ ജലം അവിടെ കുടിക്കാനൊക്കെ ഉള്ള സംവിധാനങ്ങളുണ്ട്. അപ്പൊ മദീനയിൽ ധാരാളം കിണറുകളുണ്ടായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളും മദീനയിലേക്ക് വരുന്നതിന് മുമ്പേ തന്നെ ഈ കിണറോടെ ഉണ്ട്. അതിന്റെ പേരും അങ്ങനെയായിരുന്നു. ആ പരിസരത്ത് ക്യാമ്പ് പഠിച്ച കാരണം അതിന് ആ പള്ളിക്ക് കുബ എന്ന പേര് കിട്ടിയതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന നായകൻ തന്റെ അനുയായികളെ മുഴുവനും പീഡനം സഹിക്കവയ്യാതായപ്പോൾ മക്കയിൽ നിന്നും മദീനയിലേക്ക് അയക്കുകയാണ്. നേതാവ് ആദ്യം യാത്രയിൽ അണികളെ പിന്നിൽ വരാൻ പറയുകയല്ല ചെയ്തത്. ആദ്യം അണികളെയൊക്കെ സുരക്ഷിതമായ രീതിയിലേക്ക് മദീനയിലേക്ക് സുരക്ഷിതമായ രീതിയിൽ എത്തിക്കുകയും അവസാനമായി നായകൻ സാധാരണ ഹിജറയെ സംബന്ധിച്ചിടത്തോളം ഒരു ഒളിച്ചോട്ടമായിട്ടാണ് പൊതുവെ ചിത്രീകരിക്കാറുള്ളത്. യഥാർത്ഥത്തിൽ ഒളിച്ചോട്ടമല്ല, അതൊരു ഇറങ്ങി നടത്തമാണ്. കാരണം വീട് പടഞ്ഞിരിക്കുന്ന ശത്രുക്കളുടെ ഇടയിൽ നിന്നും സധൈര്യം അള്ളാഹുവിന്റെ അനുഗ്രഹത്തോടു കൂടി ഇറങ്ങി നടക്കുകയാണ് ചെയ്യുന്നത്. പിന്നീടുള്ള സംഭവങ്ങളൊക്കെ ചരിത്രത്തിൽ നമുക്ക് ധാരാളം വായിക്കാൻ പറ്റും. സൗർ ഗുഹയിലുള്ള അഭയവും അവിടെ നിന്നുകൊണ്ടുള്ള ത്യാഗ നിർഭരമായ യാത്രയും ചരിത്രത്തിൽ തുല്യതയില്ലാത്തതാണ്. ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു പറയുമായിരുന്നു അത്രേ, അബൂബക്കറിന്റെ നെഞ്ചിലൊരു രോമമായിരുന്നെങ്കിൽ ഞാൻ എത്ര നന്നായിരുന്നേനെ. അബൂബക്കർ ഹിജറയുടെ വേളയിൽ അനുഭവിച്ച ഒരു രാത്രി അല്ലെങ്കിൽ ഒരു പകലിന്റെ ത്യാഗം ഉമർന്ന ജീവിതമാണ് ആസകലം അനുഭവിച്ചാൽ പോലും എത്തുകയില്ല. ഉമർ പലപ്പോഴും പറഞ്ഞു പരിചയക്കാരുന്നു എന്ന് ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ പറ്റും. അത്രയും ത്യാഗനിർഭരമായ യാത്രയായിരുന്നു ഹിജറ വിശദീകരിക്കാനുള്ള നമ്മുടെ ലക്ഷ്യം. ഹിജറയ്ക്ക് ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ മദീനയിൽ കാത്തിരിക്കുകയാണ്. ഇവിടെയുള്ള അനുയായികൾ നേരത്തെ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നേതൃത്വത്തിൽ സംഘങ്ങളെ ഇങ്ങോട്ട് അയച്ചിരുന്നു. നമുക്ക് ചരിത്രമൊക്കെ അറിയാവുന്നതാണ്. മദീനയിൽ വെച്ച് മക്കയിൽ വെച്ച് ഹജ്ജ് വേളയിൽ 2 ഉടമ്പടി നടക്കുകയും അങ്ങനെ ഇസ്ലാമിനെ പഠിക്കാനും അറിയിക്കാനൊക്കെ വേണ്ടി മുസ്അബ് ഇബ്നു ഉമൈർ എന്ന് പറയുന്ന സുമുഖനും സുന്ദരനും ധനാഢ്യനുമായ അതിസുന്ദരനായ മനുഷ്യനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെറുപ്പക്കാരനെ മദീനയിലേക്ക് അയക്കുകയും ഇവിടെ ഇസ്ലാമിക വ്യാപനത്തിന്റെ ഏതുകമായി വർത്തിക്കാനുള്ള മുസ്തഫ സാധിച്ചിട്ടുമുണ്ട്. അങ്ങനെ മുസ്തഫ നേതൃത്വത്തിൽ ഇവിടെ ഖുർആൻ പഠിപ്പിക്കുകയും മറ്റൊക്കെ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഘട്ടം ഘട്ടമായ സഹാബികൾ ഒറ്റയും തെറ്റയും മദീനയിലേക്ക് വന്നുകൊണ്ടേയിരിക്കുകയാണ്. അതിൽ ഇപ്പറഞ്ഞതുപോലെ ശത്രുക്കളുടെ കണ്ണുപൊട്ടിച്ചുള്ള വരവുണ്ടായിരുന്ന സഹാബികളുണ്ടായിരുന്നു. ധൈര്യത്തോടുകൂടി വെല്ലുവിളിച്ച് ഞാൻ ഇന്ന വഴിയിലൂടെ ഞാൻ മദീനയിലേക്ക് പോവുകയാണ്, വാപ്പാക്ക് പിറന്ന മക്കളുണ്ടെങ്കിൽ അവിടെ വരി എന്ന് പറഞ്ഞ് ധൈര്യസമേതം വെല്ലുവിളിച്ച് ഇറങ്ങി ഓർമ്മപ്പോഴുള്ള ആൾക്കാരുണ്ടായിരുന്നു. പോകുന്ന വഴിയടക്കം അവരെ പരിചയപ്പെടുത്തി ഇന്ന വഴിയിലൂടെയാണ് ഞാൻ പോകുന്നത്, തടയാൻ പറ്റുന്നുണ്ടെങ്കിൽ വരിയെന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ടാണ് ഹിജറ നടത്തിയത്. ഇങ്ങനെ ചരിത്രത്തിൽ തുല്യതയില്ലാത്ത രീതിയിൽ പല വിധേയയും ആൾക്കാർ മദീനയിലേക്ക് സംഘങ്ങളും ഒറ്റയൊക്കെയായി വന്നുകൊണ്ടിരുന്നു. അവസാനം നായകന്റെ വരവ് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടുന്ന് പുറപ്പെട്ടു എന്നുള്ള വിവരം കിട്ടി. പക്ഷെ ആളെ കാണാനില്ല. ഇവർ കാത്തിരിക്കും. ആ സമയത്ത് വെയിലിന്റെ ചൂട് ശക്തമാകുമ്പോൾ അവർ തിരിച്ചു പോകും. അങ്ങനെ ഒരു ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുബയിലേക്ക് എത്തുകയാണ്. കുബയിലേക്ക് എത്തി സഹാബികൾ അല്ലെങ്കിൽ മദീന നിവാസികൾ വളരെ മനോഹരമായ ബൈത്തിന്റെ ഈരടികളോടുകൂടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആനയിക്കുന്ന സനിയത്തുൽ വദാ എന്ന് പറഞ്ഞ സ്ഥലം. മദീനയിൽ 2 സനിയത്തുൽ വദാ ആണുള്ളത്. ഒന്ന് കുബയുടെ ഭാഗത്തുണ്ട്, ഒന്ന് നമ്മുടെ ഹറമിന്റെ ഭാഗത്തുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യാത്ര വരികയും പോവുകയൊക്കെ ചെയ്യുമ്പോൾ യാത്രയായപ്പോൾ സ്വീകരണമൊക്കെ നടക്കാറുള്ള 2 ഇടങ്ങളാണത്. അപ്പൊ സനിയത്തുൽ വദായിൽ വെച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വീകരിക്കുകയും വദായിലേക്ക് വരികയാണ് ചെയ്യുന്നത്. അങ്ങനെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തിങ്കളാഴ്ച ദിവസം വദായിലെത്തുകയും അവിടെ കുൽസൂം ഇബ്നു ഹദം എന്ന് പറയുന്ന സഹാബിയുടെ വീട്ടിലാണ്
റസൂലുള്ളാഹി താമസിക്കുന്നു. ഔസ് ഗോത്രക്കാരനായിരുന്ന മദീനയെ പറ്റി പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു വിഷയം, ഔസ് ഖസ്റജ് രണ്ട് ഗോത്രങ്ങളായിരുന്നു മദീന ഉണ്ടായിരുന്നത്. വളരെ നീണ്ട കാലം പരസ്പരം പോരും പെരുമയുമായി നടിച്ചുകൊണ്ടിരുന്ന രണ്ട് ഗോത്രങ്ങളായിരുന്നു അവർ, ഔസ് ഖസ്റജ്. ഒരു ഉമ്മയുടെ രണ്ട് മക്കളായിരുന്നു അവർ. പിന്നീട് കാലക്രമേണ അവർ തങ്ങൾ തെറ്റുകയും നൂറ്റാണ്ടുകളോളം നീണ്ടുനിന്ന യുദ്ധവും ബദ്ധവൈരികളുമായി കഴിഞ്ഞുകൂടുകയും ചെയ്തിരുന്നവരായിരുന്നു പരസ്പരം പോരും ശത്രുതയുമായി കഴിഞ്ഞുകൂടിയ വിഭാഗമായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മോചിതത്തായി അവർ മനസ്സിലാക്കിയ വസ്തുത, ഇങ്ങനെ പോരിൽ കഴിഞ്ഞിരുന്ന ഒരു വിഭാഗത്തെ അള്ളാഹുവിന്റെ അനുഗ്രഹത്തോടുകൂടി പരസ്പരം സ്നേഹത്തിലും വിൽഫത്തിലും ആക്കി തീർക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സാധിച്ചു എന്നുള്ളതാണ്. അതൊരു മോചിതത്തായി കണ്ടുകൊണ്ട് തന്നെ കുറെ ആൾക്കാർ ഇസ്ലാമിലേക്ക് വന്ന സംഭവം നമുക്ക് കാണാൻ പറ്റും. അത്രയും ബദ്ധവൈരികളായിരുന്നവരായിരുന്നു അവർ. ചുരുക്കി പറഞ്ഞാൽ ഔസ് ഗോത്രത്തിൽപ്പെട്ട കുൽസും ഇബ്നു ഹിദം എന്ന് പറയുന്ന സഹാബിയുടെ, വയോധികനായ സഹാബിയുടെ വീട്ടിലായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആതിഥ്യം അരുളിയത്. ഈ അടുത്ത കാലം വരെ അങ്ങനെയുള്ള ഒരു ഭവനമൊന്നും മാർക്ക് ചെയ്യപ്പെട്ടിരുന്നില്ല. പക്ഷെ ഇപ്പോൾ അള്ളാഹുവിന്റെ അനുഗ്രഹത്തോടുകൂടി കുബയുടെ പരിസരത്ത് ഇന്ന സ്ഥലത്താണ് കുൽസും വീടുണ്ടായിരുന്നത് എന്നൊക്കെ കാണാം. കുൽസും ഇബ്നു ഹിദമിന്റെ വീട്ടിലായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം താമസിച്ചിരുന്നത്. അതിന് തൊട്ടടുത്ത് സഅദ് ഇബ്നു ഖൈസമ എന്ന് പറയുന്ന മറ്റൊരു സഹാബിയുടെ വീടുണ്ടായിരുന്നു. അദ്ദേഹം ബാച്ചിലറായി, അതായത് അവിവാഹിതനായി കഴിഞ്ഞിരുന്ന സഹാബിയായ കാരണത്താൽ മറ്റു സഹാബാക്കൾക്ക് വരുമ്പോൾ കൂടി കഴിച്ചും മീറ്റിങ്ങൊക്കെ നടന്നിരുന്നത് ഈ സഅദ് ഇബ്നു ഖൈസമ എന്ന് പറയുന്ന സഹാബിയുടെ വീട്ടിലായിരുന്നു. ചുരുക്കി പറഞ്ഞാൽ ഈ രണ്ട് വീടുകൾ അടുത്തടുത്ത് നമുക്ക് ഇത്തോടെ പോയാൽ അതിന്റെ അടയാളങ്ങൾ കാണാൻ പറ്റും ഇൻഷാ അല്ലാഹ്. അങ്ങനെ അവിടെ എത്തിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ നിർദ്ദേശപ്രകാരം അവിടെ ഒരു മസ്ജിദ് ഉണ്ടാക്കിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൃക്കരങ്ങളാൽ കല്ല് ചുമക്കുകയും ഇഷ്ടിക ചുമക്കുകയും ചെളിവാരി ഒട്ടിക്കുകയൊക്കെ ചെയ്തുകൊണ്ട് അവിടെ പള്ളി നിർമ്മിക്കുകയാണ്. ഇസ്ലാമിന്റെ ഒരു അടയാളമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെന്നൊക്കെ നടത്താനുള്ള സംഗതികളാണ്. ആദ്യം ഒരു പള്ളി നിർമ്മിക്കുകയാണ് ചെയ്യുക. അങ്ങനെ അവിടെ ഒരു പള്ളി നിർമ്മിച്ചു. ആ പള്ളി, ആ സ്ഥലത്തിന്റെ പേരാണ് മസ്ജിദ് ഖുബാ എന്ന പേരിലാണ് ചരിത്രത്തിൽ അറിയപ്പെടുന്നത്. അതിലൊരു പ്രത്യേകതയുള്ളത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ നമുക്ക് കാണാൻ പറ്റും, ആരെങ്കിലും വീട്ടിൽ നിന്ന് ശുദ്ധി ചെയ്ത് സ്നാനം ചെയ്ത് ഒന്നുണ്ടാക്കി ഖുബായിലേക്ക് വരികയും അവിടെ 2 റക്അത്ത് നിസ്കരിക്കുകയും ചെയ്താൽ അവർക്ക് പൂർണ്ണമായ ഒരു ഉംറയുടെ പ്രതിഫലം അല്ലാഹു തആല നൽകുമെന്നുള്ളത്. അത് വലിയൊരു നേട്ടമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇൻഷാ അല്ലാഹ് നമ്മൾ ഒരു ഉംറ നിർവഹിക്കാൻ വേണ്ടി പോവുകയാണ് ശരിക്കും പറഞ്ഞാൽ. അങ്ങനെ മസ്ജിദ് ഖുബാ എന്ന് പറയുന്ന പള്ളി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൃക്കരങ്ങളാൽ തങ്ങൾ തന്നെ ചളിയും കല്ലും ഒക്കെ വാരി എടുത്ത് കൊണ്ടുവന്ന് വിയർപ്പൊഴുക്കി നിർമ്മിച്ചൊരു പള്ളിയായിരുന്നു. 4 ദിവസം അവിടെ താമസിച്ചെന്നാണ് ചരിത്രത്തിൽ നമുക്ക് കാണാൻ പറ്റുക. അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്, 4 അല്ല 14 എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ 14 ദിവസം നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് കറക്റ്റാണ്, ശരിയല്ല എന്നാണ് തോന്നുന്നത്. ഏതായാലും 4 ദിവസം താമസിച്ചു. തിങ്കളാഴ്ച അവിടെ എത്തി, ചൊവ്വ ബുധൻ വ്യാഴം കഴിഞ്ഞു. വെള്ളിയാഴ്ച അല്ലാഹുവിന്റെ നിർദ്ദേശപ്രകാരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുബായിൽ നിന്നും ഇന്ന് മസ്ജിദിൽ നിന്നും ഈ നിലകൊള്ളുന്ന സ്ഥലത്തേക്ക് നടക്കുകയാണ്. തന്റെ ഖസ്വാന്റെ പുറത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരുമ്പോൾ സഹാബാക്കൾ കൂടെയുണ്ട്. അങ്ങനെ ഏകദേശം ദുഹാ സമയം കഴിഞ്ഞ് മുതിർന്ന സമയമാകുമ്പോൾ അവിടെ നിന്ന് പുറപ്പെട്ടു. കുറച്ച് ഏകദേശം ഒരു 300 മീറ്റർ അല്ലെങ്കിൽ 400 മീറ്റർ അത്രയും അടുത്താണ് സ്ഥലത്തെത്തിയപ്പോൾ അല്ലാഹുവിന്റെ നിർദ്ദേശപ്രകാരം അവിടെ വെച്ച് ജുമുഅ നിർവഹിക്കാൻ ഓർഡർ വരികയാണ്. അവിടെ വെച്ച് ഖുതുബയും ജുമുഅയും നിർവഹിച്ചു. ആ സ്ഥലത്ത് നിന്ന് മസ്ജിദ് ജുമുഅ എന്ന് പറയുന്ന മസ്ജിദ് നമുക്ക് കാണാൻ പറ്റും. ഞാൻ പറഞ്ഞു വരുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചലനങ്ങൾ മുഴുവൻ വഹീന്റെ അടിസ്ഥാനത്തിലായിരുന്നു എന്നുള്ളത് നമ്മുടെ ഏറ്റവും വലിയ തെളിവാണ്. കാരണം നിർമ്മിച്ച് ഉണ്ടാക്കി വെച്ചൊരു പള്ളിയിൽ നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് നടക്കുകയാണ്. നടന്നുകൊണ്ടേയിരിക്കുമ്പോൾ ആകെ 300-400 മീറ്റർ നടക്കുമ്പോഴേക്കും തന്നെ അവിടെ വെച്ച് ജുമുഅ നിസ്കരിക്കാനുള്ള ഓർഡർ വരികയാണ്. ഉണ്ടാക്കിയ പള്ളിയിൽ നിസ്കരിക്കാനും മുന്നോട്ടുള്ള വഴിയിൽ വെച്ച് നിസ്കരിക്കാനുള്ള ഓർഡർ വരികയും അവിടെ നിന്ന് ജുമുഅ നിർവഹിക്കുകയും ചെയ്തതിനു ശേഷമാണ് ഇന്ന് മസ്ജിദ് നബവി കാണുന്ന സ്ഥലത്തേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പുറപ്പെടും. അങ്ങനെ അവിടെ എത്തി പിന്നീടുള്ള സംഭവങ്ങൾ മസ്ജിദ് നബവിയുടെ ചരിത്രമാണ്. അത് നമുക്ക് ചരിത്രത്തിൽ വരുമ്പോൾ അച്ഛൻ്റെ ക്ലാസ്സിലൊക്കെ കേട്ട് കാണും. അവിടെ വരികയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബനു നജ്ജാർ ഗോത്രത്തിൽപ്പെട്ട വിഭാഗം സ്ഥലം വിലക്ക് വാങ്ങുകയും അവിടെ ഒരു പള്ളി നിർമ്മിക്കുകയും അതാണ് നാം ഇന്ന് കാണുന്ന മസ്ജിദ് നബവി എന്ന് പറയുന്ന പള്ളി. അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ എത്തുന്ന സമയത്ത് ഒട്ടകത്തിനെ തങ്ങളുടെ വീട്ടിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി മദീനക്കാർ പണ്ടുപോലെ വളരെ അതിഥി സൽക്കാരത്തിൽ പേരുള്ളവരായിരുന്നു. നമുക്കൊക്കെ അറിയാവുന്ന സംഗതിയാണ്. അപ്പൊ പള്ളിയിലൊക്കെ നമ്മൾ കാണാം. റമദാനൊക്കെ ആയിക്കഴിഞ്ഞാൽ അവിടുത്തെ സംഗതികൾ കണ്ടറിയേണ്ടത് തന്നെയാണ്. മാഷാ അല്ലാഹ്. അപ്പൊ അവർ ഓരോരുത്തരും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒട്ടകത്തിന്റെ മൂപ്പേരെ വിളിച്ചുകൊണ്ട് വീട്ടിലേക്ക് ക്ഷണിക്കുമ്പോൾ എന്റെ കൂടെ താമസിക്കാന്ന് പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതിലേക്ക് വിട്ടുകളില്ല, അത് അല്ലാഹുവിന്റെ
ലോട്ടറി കിട്ടിയ ഒട്ടകമാണ്, അത് എവിടെയാണ് നിൽക്കുന്നത് അവിടെ നമുക്ക് താമസിക്കാം. അങ്ങനെയാണ് അബൂ അയ്യൂബ് അൽ അൻസാരി സാഹിബ് വീട്ടിലെടുത്ത അത്രയും ഒട്ടകം കെട്ടുവെക്കുന്നത്. അവിടെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം താമസിക്കുന്നത്. വർഷം നമുക്ക് ഖുബായിലേക്ക് തന്നെ തിരിച്ചു പോകാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഖുബായിൽ പള്ളി നിർമ്മിക്കുകയും അവിടെ ഖുർആൻ പഠനവും ആൾക്കാരുടെ സന്ദർശനമൊക്കെയും ഞാൻ പറഞ്ഞു കഴിഞ്ഞു. സഅദ് ഇബ്നു ഹൈസമ എന്ന് പറയുന്ന സഹാബിയുടെ വീട്ടിലാണ് അതിഥി സൽക്കാരം നടക്കാറുള്ളത്. അവിടെ വരുന്ന ആൾക്കാരൊക്കെ താമസിപ്പിക്കും. കാരണം അദ്ദേഹം അവിവാഹിതനായിരുന്നു, വിവാഹം ചെയ്തിരുന്നില്ല. നേരെ മറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം താമസിച്ചിരുന്ന ഖുൽസൂം ഇബ്നു ഹദം എന്ന് പറയുന്ന സഹാബി, വയോധികനായ സഹാബി, അദ്ദേഹത്തിന്റെ വീട്ടിൽ കുടുംബമൊക്കെ ഉള്ളതുകൊണ്ട് അവിടെ മീറ്റിംഗ് ചർച്ചയൊന്നും വെക്കാറുണ്ടായിരുന്നില്ല. ചുരുക്കി പറഞ്ഞാൽ അങ്ങനെ ചരിത്രപരമായി മദീനയുടെ തുടക്കത്തിൽ പള്ളി നിർമ്മിക്കും. മദീനയുടെ ഏറ്റവും പൗരാണികമായ പള്ളി, മസ്ജിദ് നബവിയേക്കാൾ മുന്നേയുള്ള പള്ളി എന്ന് നമുക്ക് പറയാം. ആ പള്ളിയായിരുന്നു മസ്ജിദ് ഖുബാ. മസ്ജിദ് മുസ്തിസ അല തഖ്വ എന്ന് വിശുദ്ധ ഖുർആൻ പ്രഖ്യാപിച്ച തഖ്വയുടെ മേൽ നിർമ്മിക്കപ്പെട്ട പള്ളിയെന്ന് വിശുദ്ധ ഖുർആനോട് അല്ലാഹു പറഞ്ഞ പള്ളിയാണ്. ആ പള്ളിക്ക് നേരെ എതിരെ മറ്റ് മുനാഫിക്കുകൾ വേറൊരു പള്ളി മസ്ജിദുൽ ഹിറാർ എന്നുള്ള പള്ളി നിർമ്മിക്കുകയും അത് പൊളിച്ചുകളൊക്കെ ചെയ്ത സംഭവങ്ങൾ മറ്റുണ്ട്. അത് പരിസരത്തൊക്കെ ധാരാളം ചരിത്രശേഷിപ്പുകൾ ഇന്നുമുണ്ട്. മസ്ജിദ് ഖുബായിന്റെ അടുത്തൊക്കെ ധാരാളം ചരിത്രശേഷിപ്പുകളുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് വേറെ അരീസ് എന്ന് പറയുന്ന കിണർ. ആ കിണർ ഈ അടുത്ത കാലത്ത് വരെ അങ്ങനെ മാർക്ക് ചെയ്യപ്പെട്ടിരുന്നില്ല. ഇപ്പോൾ അൽഹംദുലില്ലാ സൗദി ഗവൺമെന്റ് നിർദ്ദേശപ്രകാരം മാർക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഈ സ്ഥലങ്ങളൊക്കെ അവരുടെ ഗ്രന്ഥങ്ങളിലും അവരുടെ അതുപോലെ തന്നെ മാപ്പുകളിലൊക്കെ ക്ലിപ്തമാണ്. പക്ഷെ അവർ മാർക്ക് ചെയ്യാതെ വിട്ടിരുന്നതാണ്. ഓരോ സ്ഥലവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചലനങ്ങളും നടത്തിയിരുന്ന ഓരോ സ്ഥലവും മാർക്ക് ചെയ്യപ്പെട്ടിരുന്ന രേഖകളിലുണ്ട്. അങ്ങനെ വേറെ അരിസ് എന്ന് പറയുന്ന കിണർ ചരിത്രത്തിൽ അതും ഇടം പിടിക്കപ്പെട്ടൊരു കിണറാണ്. അവിടെ നോട്ട് ചെയ്ത സംഗതികൾ നമുക്ക് വായിച്ചാൽ മനസ്സിലാകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം അവിടെ ആ കിണറിന്റെ തടയിൽ കാല് വത്തിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കടന്നു വന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വലതുഭാഗത്തിരുന്നു. ചരിത്രത്തിൽ ചില സംഗതികളാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ വെച്ച് അബൂബക്കർ, ഉമർ, ഉസ്മാൻ റളിയല്ലാഹു അൻഹു തുടങ്ങിയ ആൾക്കാർക്കുള്ള സ്വർഗപ്രവേശനത്തിനുള്ള സന്തോഷ വാർത്ത ആ സ്ഥലത്ത് വെച്ചാണ് അറിയപ്പെട്ടതെന്ന് അവിടെ രേഖപ്പെടുത്തിയിട്ടാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കടന്നു വന്നു. ഒരൽപ്പം കഴിയുമ്പോൾ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു കടന്നു വന്നു. ഉമർ റളിയല്ലാഹു അൻഹുവിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇടതുവശത്തിരുത്തി. ഒരൽപ്പം കഴിയുമ്പോൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹു കടന്നു വന്നു. ഇങ്ങനെ മൂന്ന് പേർക്കും സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട സ്ഥലമാണ് ഇതെന്ന് പറയപ്പെടുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാലങ്ങൾക്ക് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൈകാര്യം ചെയ്തിരുന്നതും കയ്യിൽ കൊണ്ടു നടത്തിയിരുന്നതുമായ ഒരു മോതിരം ഉണ്ടായിരുന്നു. ആ മോതിരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശേഷം ഉപയോഗിച്ചിരുന്നത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആയിരുന്നു. അദ്ദേഹത്തിന്റെ കാലശേഷം അത് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഉപയോഗപ്പെടുത്തി. അവരുടെ കത്തുകളിലൊക്കെ മുദ്ര ചെയ്യാൻ, സ്റ്റാമ്പ് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചിരുന്നത് ആ മോതിരമായിരുന്നു എന്ന് പറയപ്പെടാറുണ്ട്. അങ്ങനെ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിൽ അത് അദ്ദേഹത്തിന്റെ കൈകളിലെത്തി. അദ്ദേഹം ഈ ബീർ അരീസ് എന്ന് പറയുന്ന കിണറിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പോയി ഇരിക്കാനും കാറ്റുകൊള്ളാനൊക്കെ ഇരിക്കുന്ന ഒരു സ്ഥലമായിരുന്നു അത്. ആ ഒരു ഓരോ ഒതുക്കലിനോട് അവിടെ പോയിരുന്നു മൂവ് ചെയ്യുമ്പോഴോ മറ്റോ ആ മോതിരം ആ കിണറിൽ നഷ്ടപ്പെട്ടു പോവുകയാണ്. അതുകൊണ്ട് തന്നെ ആ കിണറിന് ബീർ ഖാത്തം എന്നൊരു പേരും ചരിത്രത്തിൽ രേഖപ്പെട്ടതായിട്ട് കാണാം. ആ കിണറ് മോതിരം നഷ്ടപ്പെട്ടതോടുകൂടി അത് തിരഞ്ഞു, ഞാപ്പകരില്ലാതെ തിരഞ്ഞു, വെള്ളം വറ്റിച്ചു, അതിലെ ചളി കല്ലുകൾ മുഴുവനും വാരി, പക്ഷെ മോതിരം കിട്ടിയില്ല. ആ മോതിരം അതോടുകൂടി അവരുടെ കയ്യിൽ നിന്നും കൈവശം വന്നിരിക്കുകയാണ്. ചുരുക്കി പറഞ്ഞാൽ ഇങ്ങനെ ചരിത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വളരെ ചരിത്രത്തിൽ ഉല്ലേഖനം ചെയ്യപ്പെട്ട ഒരു, നമുക്കൊക്കെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം മദീനയുടെ ചരിത്രം പറയുമ്പോൾ മറക്കാൻ പറ്റാത്ത ഒരിടമാണ് ഖുബാ എന്ന സ്ഥലം. ആ ഖുബാന്റെ പരിസരത്ത് തന്നെ ഞാൻ പറഞ്ഞു ഒരു മസ്ജിദ് കൂടിയുണ്ട്. മസ്ജിദ് ജുമഅ എന്നാണ് അതിന്റെ പേര്. ആ മസ്ജിദ് ജുമയിൽ ഇമാമൊക്കെ ഉണ്ടായിരുന്നതാണ് ഉത്ബാൻ ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു. അദ്ദേഹം അവിടെ ഇമാം മറ്റൊക്കെ ഉണ്ടായിരുന്ന ഒരാളാണ്. ഉത്ബാൻ ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ഈ മസ്ജിദ് ജുമയുടെ പരിസരത്ത് ഒരു വാദി ഒഴുകുന്നുണ്ട്. വാദി റാനൂന എന്നാണ് ആ വാദിയുടെ പേര്. മദീന എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ കിണറുകൾ ധാരാളമുള്ള സ്ഥലമാണ്. അതോടൊപ്പം തന്നെ വാദി എന്ന് പറഞ്ഞാൽ മാഞ്ചരുവോട് പറയുന്ന ചെറിയ അരുവികളും ചാലുകളും എന്നൊക്കെ പറയാം. വാദികളും ധാരാളം ഉണ്ടായിരുന്ന ഒരിടമാണ് മദീന. വാദി റാനൂനുണ്ട്, വാദി മുജഹാനുണ്ട്, വാദി അഖീഖുണ്ട്. ഇങ്ങനെ ധാരാളം വാദികൾ മദീനയിലൂടെ ഒഴുകുന്നുണ്ട്. അപ്പൊ വാദി റാനൂനയിലൂടെ കടന്നു വേണം ഉത്ബാൻ ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിന് ഈ പള്ളിയിലോട്ട് വരാൻ. അവസാനം
അദ്ദേഹത്തിന് പ്രായമൊക്കെയായി കാഴ്ചശക്തിക്കൊക്കെ മങ്ങലേറ്റപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, യാ റസൂലല്ലാഹ്, എനിക്ക് പള്ളിയിലൊക്കെ പോകാൻ പ്രയാസമുണ്ട്, എനിക്ക് വീട്ടിൽ നിസ്കരിക്കാൻ പറ്റുമോ ഒക്കെ ചോദിച്ചപ്പോൾ ആദ്യ സംഭവം കൊടുക്കുകയും പിന്നീട് ചോദിച്ചു, ഈ ബാങ്ക് വിളി കേൾക്കാറുണ്ടോ, എന്നാൽ ഈ പള്ളിയിൽ പോയെന്ന് പറയുന്ന സംഭവം ചരിത്രത്തിൽ രേഖപ്പെട്ടതായിട്ട് കാണാം. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും ആവശ്യപ്പെട്ടതനുസരിച്ച് എനിക്ക് വീട്ടിൽ നിസ്കരിക്കാനുള്ള സംഭവം തരണം, അങ്ങ് വന്ന് വീട്ടിൽ വെച്ച് എനിക്ക് നിസ്കരിച്ച് തരണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ വീട്ടിൽ കൊണ്ടുപോയി കുത്തുബാനമാർഗമായിരുന്നു അവിടെ വെച്ച് നിസ്കരിക്കുന്നത്. ആ നിസ്കരിച്ച വീടും പള്ളിയൊക്കെ കൂടുന്ന ഒരു ഭാഗം ഇന്ന് ചരിത്രത്തിൽ ഏകദേശം 6 വർഷം മുമ്പ് നമ്മൾ അത് അന്വേഷിച്ച് ചെന്നപ്പോൾ, ചരിത്ര പഠനത്തിന്റെ മറവിൽ അന്വേഷിച്ച് ചെന്നപ്പോൾ അങ്ങനെ സ്ഥലം അവിടെ കാണാൻ പറ്റിയിരുന്നില്ല. പക്ഷെ അല്ലെന്നില്ല, ഇപ്പോൾ ഒരു 1-2 വർഷമായിട്ടത് അവരെ കുഴിച്ച് ആ സ്ഥലം പുറത്തെടുത്തിരിക്കുകയാണ്. ഇപ്പോൾ നമുക്ക് അവിടെ പോയി ചെന്നാൽ കാണാൻ, ഈ പോക്കിൽ നമുക്കത് കാണാൻ പറ്റില്ല. കാരണം മസ്ജിദ് ജുമയും കഴിഞ്ഞ് വെച്ച് നടന്നു പോകാനൊക്കെ നമ്മുടെ സമയം വളരെ വൈകിട്ടുണ്ട്, ബസ് ഒന്നും പോവുകയുമില്ല. അത് അങ്ങനെയുള്ള ചില ചരിത്രങ്ങൾ മന്ദിരമായ സ്ഥലങ്ങളാണ് മനോഹരമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. അപ്പോൾ ഖുബാന്റെ ചരിത്രം ഏകദേശം നിങ്ങൾക്ക് ധാരണ കിട്ടിയിട്ടുണ്ടാവും മനസ്സിലാക്കുന്നു. ഇൻഷാ അല്ലാഹ് അവിടെ ചെന്ന് നിസ്കരിച്ചാൽ, നിങ്ങൾക്ക് തഹീയത്ത് നിസ്കരിച്ചാൽ, ഒരു ഉംറയുടെ പ്രതിഫലം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. പൂർണ്ണമായ രീതിയിൽ